നമസ്കാരം. ഭാരതീയ ജനാധിപത്യ വ്യവസ്ഥയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള നിർണായകമായ 3 ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഭൂപടത്തെ അടിമുടി മാറ്റി വരയ്ക്കാൻ ശേഷിയുള്ള മണ്ഡല പുനർനിർണയം, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സീറ്റ് വർധനവ്, ദീർഘകാലമായി രാജ്യം കാത്തിരിക്കുന്ന നിയമനിർമ്മാണ സഭകളിലെ 33% വനിതാ സംവരണം എന്നിവയാണ് ഈ പുതിയ നിയമനിർമ്മാണത്തിന്റെ കാതൽ. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ ജനകീയമാക്കുന്നതിനോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അധികാര സന്തുലിതാവസ്ഥയെ ബാധിക്കും എന്നതിനാൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും ഈ നീക്കം വഴിയൊരുക്കിയിട്ടുണ്ട്. മണ്ഡല പുനർനിർണയ ബില്ലാണ് ഈ പരിഷ്കാരങ്ങളിൽ ഏറ്റവും വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കിയിട്ടുള്ളത്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ലോക്സഭ, നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റ് കുറയുമെന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം വർദ്ധിക്കുമെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു പരത്തുന്നത്. ഇത് രാഷ്ട്രീയമായ അസമത്വത്തിന് കാരണമാകുമെന്നും പല പ്രാദേശിക കക്ഷികളും വാദിക്കുന്നുണ്ട്. എന്നാൽ തുല്യമായ ജനപ്രാതിനിധ്യം ഉറപ്പാക്കാൻ കാലാനുസൃതമായ മണ്ഡല പുനർനിർണയം അനിവാര്യമാണ് എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. ഇതോടൊപ്പം കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഭരണനിർവഹണം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ലക്ഷ്യമിടുന്നു. ഈ ബില്ലിലെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വശം പാക് അധീന കശ്മീരുമായി ബന്ധപ്പെട്ടതാണ്. ഭാവിയിൽ പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സീറ്റ് ക്രമീകരണങ്ങൾ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനോ അതിർത്തി നിർണ്ണയിക്കുന്നതിനോ ഈ ബില്ല് അധികാരം നൽകുന്നില്ല. പാക് അധിനിവേശം അവസാനിച്ച് ഈ മേഖലകൾ പൂർണ്ണമായും ഇന്ത്യൻ ഭരണകൂടത്തിന് കീഴിൽ വരികയാണെങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവിടെ മണ്ഡല പുനർനിർണയ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇത് കേവലം ഒരു സാങ്കേതിക നീക്കമല്ല, മറിച്ച് കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര നിലപാടിൻ്റെ പ്രതിഫലനം കൂടിയാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്ന 33% വനിതാ സംവരണ ബില്ലാണ് ഈ പരിഷ്കാരങ്ങളിലെ മറ്റൊരു സുപ്രധാന ഘടകം. ദശാബ്ദങ്ങളായി വിവിധ സർക്കാരുകൾ പരിഗണിച്ചിരുന്നു എങ്കിലും രാഷ്ട്രീയ സമവായമില്ലാത്തതിനാൽ നിയമമാകാതിരുന്ന ഈ ബില്ല് മണ്ഡല പുനർനിർണയ നടപടികൾ പൂർത്തിയാക്കുന്നതോടെ യാഥാർത്ഥ്യമാകും. നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലൂടെ കൂടുതൽ സ്ത്രീപക്ഷ നയങ്ങൾ രൂപീകരിക്കുവാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ചുരുക്കത്തിൽ 2029 ഉറ്റുനോക്കുന്ന ഈ പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടനയെ കൂടുതൽ സുതാര്യവും പ്രാതിനിധ്യമുള്ളതുമാക്കി മാറ്റാനുള്ള ശ്രമമാണ്. അധികാര പങ്കാളിത്തത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും നവഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കങ്ങൾ നിർണായകമായിരിക്കും. ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണവും ഇന്നും പരിഹരിക്കപ്പെടാത്തതുമായ ഒരു അധ്യായമാണ് പാക് അധീന കശ്മീരിൻ്റെ രൂപീകരണം. ഇന്ത്യക്ക് അവകാശപ്പെട്ട ഈ പ്രദേശം തിരിച്ച് മണ്ഡല പുനർനിർണയ ബില്ലിലൂടെ ഭാരതത്തിൻ്റെ ഭൂപടത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അത് കാലം കാത്തുവച്ച കാവ്യ നീതിയായിരിക്കും. 1947 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രയായപ്പോൾ ഉടലെടുത്ത രാഷ്ട്രീയ അസ്ഥിരതയും വിഭജനാനന്തര സാഹചര്യങ്ങളിൽ മുതലെടുത്താണ് പാകിസ്ഥാൻ കശ്മീരിൻ്റെ ഒരു ഭാഗം കൈയടക്കുന്നത്. സാംസ്കാരികപരമായും ഭൂമിശാസ്ത്രപരമായും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരുന്ന കശ്മീർ താഴ്വരയിലേക്ക് ഗോത്രവർഗക്കാരെ മറയാക്കി പാക് സൈന്യം നടത്തിയ കടന്നുകയറ്റമാണ് ഇന്നത്തെ ഈ തർക്കപ്രദേശത്തിൻ്റെ നിർമ്മാണത്തിന് വഴിതെളിയിക്കുന്നത്. ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മുറിവായി അവശേഷിക്കുന്ന ഈ അധിനിവേശത്തിന് പിന്നിൽ കൃത്യമായ സൈനിക ആസൂത്രണങ്ങളും ചരിത്രപരമായ അബദ്ധങ്ങളും നിലനിൽക്കുന്നുണ്ട്. 1947 ഓഗസ്റ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും നിലവിൽ വന്നപ്പോൾ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാൻ, അതല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അവകാശമുണ്ടായിരുന്നു. അന്നത്തെ കശ്മീർ മഹാരാജാവായിരുന്ന ഹരിസിംഗ് പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാതെ സ്വതന്ത്രമായി നിൽക്കാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ കശ്മീരിനെ തങ്ങളുടേതാക്കാൻ ആഗ്രഹിച്ച പാകിസ്ഥാൻ മഹാരാജാവിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചു. ഇതിൻ്റെ ഭാഗമായി 1947 ഒക്ടോബർ മാസത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പിന്തുണയോടെ ആയിരക്കണക്കിന് പഷ്തൂൺ ഗോത്രവർഗ്ഗക്കാർ കശ്മീരിലേക്ക് അതിക്രമിച്ചു കയറി. ഓപ്പറേഷൻ ഗുൽമാർഗ് എന്ന് പേരിട്ട ഈ നീക്കം കശ്മീരിനെ ബലമായി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ആയുധധാരികളായ ഈ സംഘം അതിർത്തി കടന്ന് മുസഫറാബാദും ബാരാമുള്ളയും കീഴടക്കി
ശ്രീനഗറിലേക്ക് കുതിച്ചെത്തിയതോടെ കശ്മീരിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി. ഈ അടിയന്തര സാഹചര്യത്തിൽ സഹായത്തിനായി ഹരിസിംഗ് ഇന്ത്യയെ സമീപിച്ചു. ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള ഉടമ്പടിയിൽ ഒപ്പിട്ടാൽ മാത്രമേ സൈനിക സഹായം നൽകാൻ സാധിക്കൂ എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് അന്ന് നിലപാടെടുത്തു. തുടർന്ന് ഒക്ടോബർ 26-ന് മഹാരാജാവ് ഉടമ്പടിയിൽ ഒപ്പിടുകയും കശ്മീർ ഔദ്യോഗികമായി ഇന്ത്യയുടെ ഭാഗമാവുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യൻ വ്യോമസേന ശ്രീനഗറിൽ ഇറങ്ങുകയും പാക് അധിനിവേശക്കാരെ തുരത്താൻ ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി നൽകി തുടങ്ങിയതോടെ പാകിസ്ഥാൻ തങ്ങളുടെ നേരിട്ടുള്ള സൈന്യത്തെ യുദ്ധകളത്തിലേക്ക് ഇറക്കി. ഇതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒന്നാം കശ്മീർ യുദ്ധത്തിന് തുടക്കവുമായി. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ വിഷയം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിക്ക് മുന്നിലെത്തിച്ചു. 1949 ജനുവരി 1-ന് ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിലൂടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ ആ സമയത്ത് ഇരു രാജ്യങ്ങളുടെ സൈന്യം എവിടെയാണോ നിലയുറപ്പിച്ചിരുന്നത് ആ രേഖ ലൈൻ ഓഫ് കൺട്രോൾ അഥവാ LOC ആയി മാറി. കശ്മീരിൻ്റെ ഏകദേശം 1/3 ഭാഗം അപ്പോഴും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കൈവശമായിരുന്നു. ഈ പ്രദേശമാണ് പിന്നീട് പാക് അധീന കശ്മീർ എന്ന് അറിയപ്പെട്ടത്. നിയമപരമായി ഇന്ത്യയുടെ ഭാഗമാണ് എങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെ പാക് സൈന്യം അവിടെ തുടരുകയും പിൽക്കാലത്ത് പാകിസ്ഥാൻ ആ പ്രദേശത്തെ തങ്ങളുടെ ഭരണ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. ഇന്നും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ഉന്നയിക്കുന്ന പ്രധാന വാദം ഈ അധിനിവേശം നിയമവിരുദ്ധമാണെന്നും പാകിസ്ഥാൻ പിടിച്ചടക്കിയ പ്രദേശം ഭാരതത്തിന് തിരികെ നൽകണം എന്നുമാണ്. ഭാരതത്തിൻ്റെ കിരീടമെന്ന് വിശേഷിക്കപ്പെടുന്ന ജമ്മു കാശ്മീരിൻ്റെ അവിഭാജ്യ ഘടകമായ പാക് അധീന കശ്മീർ തിരികെ ലഭിക്കുക എന്നത് കേവലം ഒരു വൈകാരികമായ വിഷയമല്ല, മറിച്ച് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയിലും സാമ്പത്തിക വളർച്ചയിലും നയതന്ത്ര ശക്തിയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശേഷിയുള്ള ഒന്നാണ്. സാംസ്കാരികമായും നിയമപരമായും ഇന്ത്യയുടെ സ്വന്തമായ ഈ പ്രദേശം നിലവിൽ പാകിസ്ഥാൻ്റെ അവിഹിത നിയന്ത്രണത്തിലാണ്. പാക് അധീന കശ്മീർ ഇന്ത്യയുടെ പൂർണ്ണമായ ഭരണത്തിൽ വരുന്നത് തെക്കൻ ഏഷ്യയിലെ തന്നെ രാഷ്ട്രീയ ഭൂപടത്തെയും അധികാര സന്തുലിതാവസ്ഥയും മാറ്റിമറിക്കും. പ്രതിരോധം, വാണിജ്യം, ജലവിഭവം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഇന്ത്യക്ക് കൈവരുന്ന നേട്ടങ്ങൾ അതിമനോഹരവും സുപ്രധാനവുമായിരിക്കും. പ്രതിരോധ മേഖലയിലാണ് പാക് അധീന കശ്മീർ ഏറ്റവും വലിയ ഗുണഫലങ്ങൾ നൽകുന്നത്. നിലവിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ 2 ഫ്രണ്ട് വാർ, അതായത് 2 അതിർത്തികളിൽ നിന്നുള്ള യുദ്ധം, ആ ഭീഷണി ഇല്ലാതാക്കുവാൻ ഈ പ്രദേശം സഹായിക്കും. പാക് അധീന കശ്മീർ ഇന്ത്യയുടെ കൈവശമെത്തുന്നതോടെ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള കരബന്ധം വിച്ഛേദിക്കപ്പെടും. ഇത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് അറുതി വരുത്തുവാനും സൈനിക ചെലവ് ഗണ്യമായി കുറയ്ക്കുവാനും ഇന്ത്യയെ പ്രാപ്തമാക്കും. കൂടാതെ അഫ്ഗാനിസ്ഥാനുമായി നേരിട്ടുള്ള അതിർത്തി പങ്കിടാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും. ഇത് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ കവാടമായി മാറും. നിലവിൽ പാകിസ്ഥാൻ തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഈ പാത തുറക്കുന്നതോടെ ഇറാൻ, ഇറാഖ്, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കുള്ള വ്യാപാര ഇടനാഴികൾ ഇന്ത്യക്ക് സ്വന്തമാകും. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ പാക് അധീന കശ്മീർ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ്. സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ഒഴുകുന്ന ഈ പ്രദേശം ജലവൈദ്യുത പദ്ധതികൾക്ക് വലിയ സാധ്യതകളാണ് നൽകുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ ഈ മേഖലയിലെ നദികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് സാധിക്കും. കൂടാതെ ചൈന വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കടന്നു പോകുന്നത് ഈ പ്രദേശത്തിലൂടെയാണ്. ഈ മേഖല ഇന്ത്യയുടെ നിയന്ത്രണത്തിലാകുന്നതോടെ ഈ സാമ്പത്തിക പാതയുടെ നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിൽ എത്തുകയും മേഖലയിലെ വ്യാപാര കുത്തക ഇന്ത്യക്ക് കൈവരുകയും ചെയ്യും. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വമ്പിച്ച കുതിച്ചുചാട്ടം നൽകുന്ന ഒന്നായിരിക്കും. വിനോദസഞ്ചാര മേഖലയിലും പാക് അധീന കശ്മീർ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ മലനിരകളും താഴ്വരകളും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശാരദാപീഠം പോലെയുള്ള പുരാതനമായ സാംസ്കാരിക കേന്ദ്രങ്ങൾ തിരികെ ലഭിക്കുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ ശക്തിപ്പെടുത്തും. ലഡാക്കിനെയും കശ്മീരിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ വിനോദസഞ്ചാര ശൃംഖല വികസിപ്പിക്കുവാൻ ഇതിലൂടെ സാധിക്കും. ചുരുക്കത്തിൽ പാക് അധീന കശ്മീർ ഭാരതത്തിൻ്റെ ഭാഗമാകുന്നത് രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പൂർണ്ണതയ്ക്ക് മാത്രമല്ല, മറിച്ച് ഒരു ആഗോള ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ പ്രയാണത്തിന് കരുത്തു പകരുന്ന നിർണായകമായ ഘടകമായിരിക്കും. അതിർത്തികൾ സുരക്ഷിതമാകുന്നതോടൊപ്പം തന്നെ സാമ്പത്തികവും നയതന്ത്രപരവുമായ വൻ നേട്ടങ്ങൾ കൊയ്യുവാൻ ഇതിലൂടെ ഇന്ത്യക്ക് സാധിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം
പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.